നമസ്തേ, ഞാൻ അംബിക നായർ, ഡൽഹിയിലാണ് താമസം. എനിക്ക് നിങ്ങളോടിപ്പം 2 വാക്ക് സംസാരിക്കാനുള്ളത് ഇപ്പോൾ കേരളം ഒട്ടാകെ ചർച്ച ചെയ്യപ്പെടുന്ന ശബരിമല ഇഷ്യൂവിനെ കുറിച്ചാണ്. സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം അനുവദിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അതിൽ എനിക്ക് 2-3 കാര്യങ്ങളാണ് ബേസിക്കലി എനിക്ക് 3 കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്പർ 1, ആരാണ് ഈ പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്? ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന യങ് ലോയേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയിലെ അഡ്വക്കേറ്റായിട്ടുള്ള നൌഷാദ് അഹമ്മദ് ഖാനാണ് ഈ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ഇന്നലെ ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാവിലെ വിളിച്ചപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് എന്തായിരുന്നു ഇങ്ങനൊരു പൊതു താൽപര്യ ഹർജി ഡൽഹിയിൽ ഇവിടെ ഇരുന്നിട്ട് കേരളത്തിലെ ഒരു അമ്പലത്തിൽ സ്ത്രീകളുടെ പ്രവേശനത്തിനെ കുറിച്ചിട്ട് ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിക്കാനുള്ള കാരണം എന്താണ്, അതിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയണം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വൈകിട്ട് സംസാരിക്കാം, ഇപ്പൊ ഫ്രീ അല്ല, കോർട്ടിലാണെന്ന് പറഞ്ഞു. വൈകിട്ട് ഞാൻ വീണ്ടും വിളിച്ചിരുന്നു. പക്ഷെ വ്യക്തമായ ഒരു ഉത്തരം തരാതെ അദ്ദേഹം ഒഴിഞ്ഞു മാറാനുണ്ടായത്. ഇനി 2, ഇതിന്റെ പിന്നിലുള്ള ആരാണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറഞ്ഞു. 2, എന്താണ് ഇതിന്റെ ഉദ്ദേശം? കേരളത്തിൽ ഏറ്റവും അധികം തീർത്ഥാടകര് ഒരു വർഷം സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ്, അല്ലെങ്കിൽ ഒരു അമ്പലമാണ് ശബരിമല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന ഒരു അമ്പലമാണ്. അപ്പൊ ഇതിനെ കേന്ദ്രീകരിച്ച് ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അന്യമതസ്ഥനായ ഒരു അഡ്വക്കേറ്റ് ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തോ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആരോ ഉണ്ട്. ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്തായിരിക്കും എന്ന് നമ്മൾ അറിയാതെ പോകരുത്. എന്താണ് ഉദ്ദേശം? ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളായ മൊത്തം ജനങ്ങളെയും 2 ചേരിയിലാക്കി തീർക്കുക. ശബരിമലയിലെ സ്ത്രീകൾക്ക്, എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്നും പ്രവേശനം അനുവദിക്കരുത് എന്നും പറയുന്ന 2 വിഭാഗത്തില് ആക്കി തീർക്കുക. ഇന്നലെ ഞാൻ ടിവിയിൽ കണ്ടു, സന്ദീപ് ചൈതന്യ പറയുന്നുണ്ടായിരുന്നു, സതി എന്ന് പറയുന്ന അനാചാരം ഇതുപോലുള്ള ഒരു അനാചാരമായിരുന്നു സതി, അത് നമ്മൾ നിർത്തലാക്കിയെന്ന്. എനിക്ക് മനസ്സിലാകുന്നില്ല, സന്ദീപ് ചൈതന്യ സതിയെയും ശബരിമലയുടെ സ്ത്രീകളുടെ പ്രവേശനത്തെയും ഒരുമിച്ച് വായിക്കാൻ തക്കവണ്ണം ബുദ്ധിശൂന്യനാണോ സന്ദീപ് ചൈതന്യ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സതി എന്ന് പറഞ്ഞാൽ അത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ്. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു. പക്ഷെ ശബരിമലയിൽ എന്ത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണ് നടക്കുന്നത്? ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകരമായിട്ടുള്ള എന്ത് പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്? ഈ 2, സതിയെയും ശബരിമലയിലെ സ്ത്രീകളുടെ, പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളുടെ പ്രവേശനം നിഷേധിച്ചതും ഒരുമിച്ച് വായിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. ഇനി എന്താണ് ശബരിമലയുടെ പ്രത്യേകത? കേരളത്തില് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരേ ഒരു അമ്പലം ശബരിമലയാണ്. ആ അമ്പലത്തിലെ ഓരോ മതത്തിനും, അല്ലെങ്കിൽ ഓരോ മതത്തിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഓരോ ആരാധനാലയങ്ങൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ ശബരിമലയില് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള അയ്യപ്പനാണ് പ്രതിഷ്ഠ. ആ പ്രത്യേക അമ്പലത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുസരിച്ച് രജസ്വലകളായിട്ടുള്ള സ്ത്രീകൾ ആ അമ്പലത്തിൽ പ്രവേശനം അനുവദിച്ചുകൂടാ. കാലങ്ങളായിട്ടും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുമുള്ള ആ അമ്പലത്തിലെ ആചാര അനുഷ്ഠാനങ്ങളാണ് അത് നമ്മൾ കേരളീയരായിട്ടുള്ള കേരളീയർ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഹൈന്ദവ വിശ്വാസികളും ആചരിച്ചും വിശ്വസിച്ചും പോരുന്ന ഒരു ആചാരാനുഷ്ഠാനമാണ്. അത് തകർക്കണമെന്ന് ആർക്കാണ് ഇത്ര നിർബന്ധം? കേരളത്തിലെ സ്ത്രീകളുടെ, ഹിന്ദു ആയിട്ടുള്ള സ്ത്രീകളുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് ആ അമ്പലത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിപരീതമായിട്ട് ആ അമ്പലത്തിലെ പ്രവേശനം നേടിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്റെ മതത്തിന്റെ വിശ്വാസങ്ങള് അതിന്റെ എല്ലാ പരിശുദ്ധിയോടുകൂടി നിലനിന്ന് പോരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കെ എന്തുകൊണ്ടാണ് അന്യമതസ്ഥനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന്, ഒരു വക്കീൽ, ദില്ലിയിലിരിക്കുന്ന ഒരു വക്കീലിന് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു അമ്പലത്തിൽ ഇത്ര താല്പര്യം വരാൻ എന്താണ് കാരണം? അയാളുടെ പിന്നിൽ ആരായിരിക്കും പ്രവർത്തിക്കുന്നത്? ഇത്രയൊക്കെ ചർച്ചകൾ ഇവിടെ നടക്കുകയാണ്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യ അജണ്ട നമ്മൾ കാണാതെ പോകരുത്. ആ രഹസ്യ അജണ്ടയുടെ ഇരകളായിട്ട് നമ്മൾ, കേരളത്തിലെ ഹൈന്ദവ വിശ്വാസികൾ ഇരകളായി തീരരുത് എന്നാണ് നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നമസ്തേ, താങ്ക് യു.